അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമ്മുടെ ഈ ഇരുത്തത്തിന് ഒന്നിലധികം പ്രത്യേകതകളുണ്ട്. ഒന്ന്, പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് എന്നത് ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും കേൾക്കാനും മാത്രമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയെന്നത് നമുക്ക് കിട്ടുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നത്, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നാൽ, എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പരസ്പരം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഫضൽ എന്ത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ, വാനലോകത്തു നിന്ന് മലക്കുകൾ അവരെ പൊതിയുന്ന റഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവർക്ക് പ്രത്യേകമായി ലഭിക്കുന്ന. മാത്രമല്ല, ഇതേ സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരായിട്ടുള്ള മലക്കുകളോട് അള്ളാഹ് നമ്മളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഇരുത്തം ഒരു വെറും ഇരുത്തമല്ല. നമ്മൾ ഈ ചിലവഴിക്കുന്ന സമയം അത് പാഴായി പോകുന്നതുമല്ല. നമ്മുടെ ഫോണിൽ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോലെയുള്ളതെല്ലാം നോക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒരു പക്ഷേ സമയം കൊല്ലികളായിരിക്കാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ ഇരുത്തം നിങ്ങൾക്കൊരു പക്ഷേ ബോറായിരിക്കാം, അതല്ലെങ്കിൽ നിർബന്ധിതമായി ഇരിക്കുന്നതായിരിക്കാം. ഇയാളെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഫോൺ നോക്കാൻ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകളിടയിലേക്ക് വന്നേക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ഞാനല്ല, ദീനുൽ ഇസ്ലാം പറയുന്നത്, ഈ ഇരുത്തം വെറുതെയല്ല. നീയത്ത് നന്നാകിട്ടുണ്ടോ, നമ്മുടെ ഈ ഇരുത്തത്തിന് വമ്പിച്ചതായ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽ തന്നെയും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്താ? അറിവുകൾ വെച്ച് ഏറ്റവും നല്ല അറിവ് എന്നത് ദീനിന്റെ അറിവാണ്. ആ ദീനിന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും മഹത്വമായ അറിവ് എന്നത് അള്ളാഹിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നിസ്കാരം ഒരു മഹത്തായ ഇബാദത്താണ്, നമുക്കറിയാം. അതുപോലെ നോമ്പ് മഹത്തായ ഇബാദത്താണ്. പക്ഷെ ഈ നിസ്കാരവും നോമ്പും ഒക്കെ നിർബന്ധമാകുന്നതും സ്വീകരിക്കപ്പെടുന്നത് ആരിൽ നിന്ന് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിൽ വിശ്വസിച്ച ഒരാൾ എടുത്താൽ മാത്രമേ അയാൾക്ക് ഇതിനെല്ലാം പ്രതിഫലമുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ രാമൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. പ്രവാചകൻ പഠിപ്പിച്ചത് കൃത്യമായി പഠിച്ചവൻ നിസ്കരിച്ചു, പക്ഷെ ആ നിസ്കാരം സ്വഹീഹല്ല, സ്വീകാര്യമല്ല. അതുപോലെ തന്നെയാണ് നോമ്പ്. നോമ്പൊരു അമുസ്ലിമായ വ്യക്തി അനുഷ്ഠിച്ചു, രാവിലെ മുതൽ പട്ടിണി കിടന്നു വൈകുന്നേരം വരെ, എന്നിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് നോമ്പ് മുറിച്ചു.
ആ നോമ്പിന് യാതൊരു പ്രതിഫലവുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധവുമല്ല, ആ നോമ്പ് പരിഗണനീയവുമല്ല, സ്വീകാര്യവുമല്ല. എന്തുകൊണ്ട്? അവൻ മുസ്ലിം അല്ല എന്ന ഒരൊറ്റ കാരണമുണ്ട്. അപ്പൊ മുസ്ലിം ആവുക, തൗഹീദ് ഉണ്ടാവുക എന്നത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്ര നന്മ ചെയ്താലും ആ നന്മയെല്ലാം സ്വീകരിക്കപ്പെടുന്നത് തൗഹീദുള്ള മുസ്ലിമായ വ്യക്തിയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ഈ ക്ലാസ് എന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട ഇൽമിൽ വെച്ച് ഏറ്റവും അടിത്തറയായ വിജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ബിൽഡിങ്ങിനൊരു അടിത്തറയുണ്ട് അല്ലെ? ആദ്യം തന്നെ മേൽപ്പുര കെട്ടിയിട്ടല്ല ബാക്കി കെട്ടി തുടങ്ങിയത്. ആദ്യം ഇതിന്റെ ബേസ്മെന്റ് റെഡിയാക്കി, പിന്നീട് അതിൽ നിന്ന് പടവുകൾ ഉണ്ടാക്കി, പിന്നീടാണ് അവസാനം മേൽപ്പുര ഉണ്ടാക്കിയത്, അതായത് വാർപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഘട്ടങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ അത് ശരിയായ പൂർണ്ണമായ അവസ്ഥയിലും നേരാവണ്ണം നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. അടിത്തറ പാളിയാലോ എല്ലാം പാളിയെന്നാണ്. ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ അടിത്തറയ്ക്ക് ഒരു വിള്ളലുണ്ട്, അല്ലെങ്കിൽ അത് ഒരു ചതിപ്പ് നിറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് പ്രയാസമുണ്ടാക്കും. എന്നതുപോലെ നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ വിശ്വാസം അത് അടിയുറച്ചതായിരിക്കണം. നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈമാൻ അത് ശരിയായ വിധം ശരിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് ഭംഗം വരും എന്നതു മാത്രമല്ല, നമ്മുടെ പാരത്രിക ലോകത്തുള്ള വിജയത്തിന് അത് തടസ്സമായി നിൽക്കും എന്നത് നമ്മൾ തിരിച്ചറിയണം. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിസ്ഥാനമാണ് എന്നത് നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ ആ അടിസ്ഥാനം, അതിൻ്റെ ഫളിൽ എത്രയാണ്, അതിൽ നിന്ന് കിട്ടാനിരിക്കുന്ന നേട്ടങ്ങൾ എത്രയുണ്ട്, അതുപോലെ തന്നെ അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ജാതി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അബൂബക്കറിന്റെ ആമിനയുടെയും മകളായി ജനിച്ചു, അങ്ങനെ മുസ്ലിമായി, പിന്നെ എല്ലാവരും നിസ്കരിക്കുന്നു, എല്ലാവരും റമദാൻ എത്തിയപ്പോൾ നോമ്പ് വെക്കുന്നു എന്ന ഒരു നീയത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സഹോദരന്മാരെ, ഇതൊന്നും വില പോവുകയില്ല. മറിച്ച് നാം ഉൾക്കൊള്ളുന്ന വിശ്വാസത്തെ അത് ശരിയാവണ്ണം പഠിച്ചു മനസ്സിലാക്കി ഐനൽ യഖീൻ എന്നതുപോലെ, അതായത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. കാരണം ഈ തൗഹീദ് എന്നത് അടിത്തറയാണ് എന്ന് പറയാൻ കാരണം, വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് ഈ ഒരു റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, വെറും ഒരു പാരായണത്തിനപ്പുറം അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയുള്ള പാരായണം നമ്മൾ നടത്തിയാൽ അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. ആ കലാം, അള്ളാഹുവിന്റെ സംസാരം നമ്മോട് സംസാരിക്കണം. വെറും റമദാനിൽ ഓതി തീർക്കേണ്ട ഗ്രന്ഥമായി മാത്രം നമ്മൾ ഒരിക്കലും കാണരുത്. വിശുദ്ധ ഖുർആൻ അത് റമദാൻ എത്തിയപ്പോൾ പൊടിതട്ടി എടുത്തു, പിന്നെ റമദാൻ കഴിഞ്ഞതോടുകൂടി തിരിച്ച് ഷെൽഫിലേക്ക് കയറ്റി വെക്കുന്ന ഒരു ഗ്രന്ഥമാക്കി മാറ്റരുത് എന്ന് ഞാൻ പറഞ്ഞു വരുന്നു. വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ, എല്ലാവിധ തിന്മയിലും കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനപദത്തെ കള്ളു മാറ്റി വെക്കാൻ കഴിയാതെ ജീവിച്ച വസിയത്ത് എന്തായിരുന്നു എന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരി വള്ളിയുടെ അടിയിൽ എന്നെ കുഴിച്ചിടണം, അങ്ങനെയെങ്കിലും ഒന്ന് ആസ്വദിക്കട്ടെ എന്നാണ്. അങ്ങനെ മദ്യത്തിന്റെ പിരാന്ത് മൂത്ത, യുദ്ധത്തിന് വേണ്ടി ഒരൽപ്പം, ഒരു തൻ്റെ ഒട്ടകം അയൽപ്പക്കത്തെ ഭൂമിയിൽ നിന്ന് ഒരു കഷ്ണം പുല്ല് കഴിച്ചാൽ മാസങ്ങളോളം യുദ്ധം നിലനിന്നിരുന്ന, അതിനുവേണ്ടി ആ ഒരു ബന്ധം പോലും തകർത്ത് കളയുന്ന, അത്രയേറെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെയൊക്കെ ഉടമയായിരുന്ന ആളുകളെ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞ അല്ലാഹ് സർട്ടിഫിക്കറ്റ് നൽകുമാറ് ആ ഒരു ജനപദത്തെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അതേ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കൈകളിലുള്ളത്. എന്നിട്ട് നമുക്കെന്ത് മാറ്റമുണ്ടായി? ഇത് നമ്മൾ ചിന്തിക്കണം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണം ചെയ്യുന്ന അതിൻ്റെ അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് വസ്തുതകളെ നമുക്ക് തിരിച്ചറിയാം. സമൂഹത്തിൽ ഇന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, മാറ്റിയെടുക്കാൻ സാധിക്കും. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അടിസ്ഥാനമാണ്, അടിത്തറയാണ്, ബേസ്മെന്റ് ആണ്.
കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സകല പ്രവാചകന്മാരും വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യത്തെ പ്രവാചകൻ ആരാ? ആദം അലൈഹിസ്സലാമാണോ? അല്ല, ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമാണ്. എന്താണ് പ്രവാചകനും നബിയും തമ്മിലുള്ള വ്യത്യാസം? ഇത് നമുക്കറിയോ? എല്ലാ നബിമാരും പ്രവാചകന്മാരല്ല, എന്നാൽ എല്ലാ പ്രവാചകന്മാരും നബിമാരാണ്. ഈ രണ്ട് വേർതിരിവ് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. ആ പ്രവാചകനെ നിയോഗിക്കാനുണ്ടായ കാരണം എന്താ? കൊലപാതകമാണോ? അല്ല. വ്യഭിചാരമാണോ? അല്ല. കള്ളുകൂടിയാണോ? അല്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിന്മകളാണോ? ഇതൊന്നുമല്ല. മറിച്ച് ആ പ്രവാചകന്, ഒന്നാമത്തെ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ പ്രവാചകന് നിയോഗിക്കാനുണ്ടായ കാരണം തൗഹീദായിരുന്നു. ആ സമൂഹത്തിൽ തൗഹീദ് ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാ ശരിയാവണ്ണം ഉച്ചരിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ് ആ ലാ ഇലാഹ ഇല്ലല്ലയെ സ്ഥാപിക്കാൻ വേണ്ടി. നോക്കിയേ, ആദം അലൈഹിസ്സലാമിന്റെ 2 പുത്രന്മാർ, ആദ്യ തിന്മ കൊലപാതകം അവിടെ സംഭവിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറമാണ് പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാം, 10 തലമുറകൾ കഴിഞ്ഞതിന് ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാം വരുന്നത്. അവിടെ ശിർക്ക് കടന്നു വരാനുള്ള കാരണം എന്തായിരുന്നു? അതും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ പുണ്യാത്മാക്കളായ ആളുകൾ, ആ ആളുകൾ അവരുടെ മരണശേഷം അവരെ ആദരിക്കാൻ വേണ്ടി പിശാച് ദുർബോധനം കൊടുക്കുന്നു ഉമ്മത്തിന്. നിങ്ങളെന്താ ഇത്രയും വലിയ നന്മയുള്ള ആളുകളെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നു? അവരൊന്ന് ഓർക്കാൻ വേണ്ടിയെങ്കിലും ഒരു രൂപം ഉണ്ടാക്കി വെച്ചൂടെ എന്ന ആദ്യത്തെ പിശാചിന്റെ പ്രേരണ. ഉമ്മത്ത് അനുസരിച്ചു, രൂപമുണ്ടാക്കി, തലമുറകൾ പിന്നിട്ടു. പിന്നീട് വന്നവർക്ക് എന്തിനാണ് ഈ ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിമയെ ഇവിടെ സ്ഥാപിച്ചത് എന്നറിയാൻ കഴിയാത്ത കോലത്തിൽ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. പിന്നീട് വന്ന ആളുകളോട്, തലമുറകളോട് പിശാച് വീണ്ടും ദുർബോധന നടത്തി. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകളാണ്, അവരോട് നിങ്ങൾ സഹായം തേടണം, അവരോട് പ്രാർത്ഥിക്കണം, അവരെ ആരാധിക്കണം, അവർക്ക് സുജൂദ് ചെയ്യണം, അവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ് പിശാച് ഉമ്മത്തിനെ വഴിപിഴപ്പിച്ചു. ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല, ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. മഹാന്മാരായ ആളുകളെ, ഔലിയാക്കന്മാരെ, അമ്പിയാക്കന്മാരെ പിന്നീടുള്ള ആളുകൾ അത് ആദരവിന്റെ പേരിൽ തുടങ്ങി ആരാധനയിലേക്ക് വന്നെത്തിയപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ ആദ്യമായി ഈ ലോകത്തേക്ക് പ്രവാചകനായി കൊണ്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞത് എന്താ? നിങ്ങൾ കൊല ചെയ്യരുതെന്നാണോ? നിങ്ങൾ വ്യഭിചരിക്കരുതെന്നാണോ? അല്ല, ആദ്യത്തെ കൽപ്പന തന്നെ ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇങ്ങനെ പറയണമെങ്കിൽ അവിടെ എന്തായാലും ആ സംഭവം നടക്കണമല്ലോ. എന്താ പറഞ്ഞത്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്ക് ആരാധ്യനായില്ല എന്ന തത്വത്തെയാണ് പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ആദം അലൈഹിസ്സലാമിന്റെ സന്തതികൾ, അതിന്റെ പിൻതലമുറക്കാർ അല്ലാത്ത ആളുകളെ, മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, നേർച്ച വഴിപാടുകൾ നടത്തുന്ന സാഹചര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ തന്നെ ഉണ്ടായി എന്നതാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അത് ശിർക്കാണ്, അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു ഇലാഹില്ല, ഏകനായ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന തൗഹീദിന് അടിത്തറയെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നൂഹ് നബി അലൈഹിസ്സലാം ആദം സന്തതികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം അതൊന്നേ ഒന്നായിരുന്നു. ആദ്യത്തെ പ്രഥമ ദൗത്യം അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ, താഗൂത്തുകൾ, അതിനെ നിങ്ങൾ വെടിയണമെന്ന് എല്ലാ പ്രവാചകന്മാരും ഈ ഉമ്മത്തിൽ തൻ്റെ സമുദായത്തിലേക്ക്
ദൗത്യമായിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നോക്കാം. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ജീവിത സാഹചര്യത്തിന്റെ ചുറ്റുപാടുകൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ യുദ്ധമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യഭിചാരം വ്യാപകമാണ്. വ്യഭിചാരിണികളായ സ്ത്രീകൾ അവരുടെ വീട്ടിന്റെ മുന്നിൽ കൊടികുത്തുമായിരുന്നു എന്നാണ്. ഈ വീട്ടിൽ വ്യഭിചാരിണിയായ ഒരു പെണ്ണുണ്ട് എന്ന് ആളുകളെ അറിയിക്കാൻ. അങ്ങനെ വ്യഭിചാരം വ്യാപകമായ ഒരു നാട്, മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹം, ജനപദം, അവിടെയാണ് പ്രവാചകൻ ജീവിച്ചിരുന്നത്. 40 വയസ്സുവരെ അൽ അമീനായി ജീവിച്ച പ്രവാചകൻ ആ നുബുവത്തിന്റെ ആദ്യ പ്രബോധനത്തിന്റെ വചനങ്ങൾ മക്കയിലെ ഖുറൈശികളെയും കുടുംബക്കാരെയും സഫാ കുന്നിന്റെ മുകളിൽ ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന ഇന്ന് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത്, ഈ മലയ്ക്കപ്പുറം ഒരു സമൂഹം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന ചോദ്യമായിരുന്നു. എന്നിട്ട് വിശ്വസിക്കും, കാരണം താങ്കൾ അൽ അമീനാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കള്ളു കുടിക്കരുതേ, വ്യഭിചരിക്കരുതേ, യുദ്ധം നടത്തരുതേ എന്നല്ല പറഞ്ഞത്. ആ നാട്ടിൽ ഏറ്റവും ഇന്നും അറിയപ്പെട്ടത് ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട 3 പ്രധാനപ്പെട്ട തിന്മകൾ മുഴുകി നിന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അവിടെയും ആ തിന്മകൾ നിലനിൽക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മത്തിനോട്, ആ ഒരു വിളിച്ചുകൂട്ടിയ ആളുകളോട് പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. ആദ്യത്തെ പ്രബോധനം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വന്നിട്ട് കള്ളു കുടിക്കരുതേ എന്നോ അല്ലെങ്കിൽ അത്തരം തിന്മകൾ ചെയ്യരുതേ എന്നോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരാളും സ്വീകരിക്കുകയില്ലായിരുന്നു. ആദ്യം അടിത്തറ പാകി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടിത്തറ ഇളകിയോ ബാക്കിയുള്ളതെല്ലാം പാടും. അടിത്തറ നന്നായിട്ടുണ്ടോ ബാക്കിയുള്ളതെല്ലാം നന്നാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ ശരിക്ക് ബോധ്യപ്പെട്ട, അദൃശ്യത്തിലും എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ആ യഥാർത്ഥ ബോധമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ആരും കാണുന്നില്ലെങ്കിൽ തിന്മ ചെയ്യാൻ പ്രേരണ ഉണ്ടാവുക? മുഫ്ലിസിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പർ? ആരാണ് പാപ്പർ? സ്വഹാബികളോട് ചോദിക്കണം. സ്വഹാബികൾ പറഞ്ഞു, ദീനാറും ദൃഹവും ഇല്ലാത്ത ആളുകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, അങ്ങനെ നന്മകളിൽ ധൃതിപ്പെടുന്ന ആളുകൾ. പക്ഷേ അവർ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അള്ളാഹനെ മറന്ന് തിന്മകൾ ചെയ്യുന്നവരാണ്. അവരുടെ നന്മകൾ പാറിപ്പോകുമെന്നാണ്, അള്ളാഹു ധൂളികളായി പാറ്റിക്കളയുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, റബ്ബിനെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു മനുഷ്യന് ശരിയായ മനുഷ്യനായി, മുഅ്മിനായി, മുഖ്ലിസായി, മുഹ്സിനായി കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. അതല്ലെങ്കിലോ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയിൽ എന്തെങ്കിലും കളങ്കങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിട്ടില്ലെങ്കിൽ, പിന്നെ നമ്മുടെ കൈകളിൽ ചരടുകൾ ഉണ്ടാകും, നമ്മുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകും, നമ്മുടെ തവക്കുൽ അള്ളയല്ലാത്ത ആളുകളിലേക്ക് മാറിപ്പോകും. പണ്ടൊക്കെ, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതായത് ഒരു വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു പൂച്ച ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോയാൽ ആ കാര്യം നടക്കൂല എന്ന വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുള്ള വിഷയമാണ്. ഇപ്പം എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരു പോകുന്ന വഴിയിൽ, ആ വഴിയിൽ ഒരു പൂച്ച ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല, തകരാറുണ്ടാകും എന്ന വിശ്വാസം ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ ഈ ഉമ്മത്തിലുണ്ടായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ തവക്കുൽ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ എത്ര ശക്തിയുള്ള ആളാണെങ്കിലും, എത്ര കൈക്കരുത്തും പവറും പണവുമുള്ള ആളാണെങ്കിലും, അള്ളാഹ് തീരുമാനിച്ചിട്ടില്ലേ അത് നടക്കൂല. അത് പൂച്ച ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അല്ല അത്. അവിടെയാണ് വിശ്വാസിയുടെ ഈമാൻ പുതുക്കേണ്ടത്. അവിടെ വിശ്വാസിക്ക് ഈമാൻ കുറവുള്ളത് കൊണ്ടാണ് ആ രൂപത്തിൽ പൂച്ച ക്രോസ് ചെയ്തതോടുകൂടി അവൻ്റെ കാര്യങ്ങൾ മുടങ്ങും എന്ന ഒരു ചിന്തയിലേക്ക് ആളുകൾ എത്തിപ്പോയത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അടിത്തറയെ, ഈമാനിനെ
ലാ ഇലാഹ ഇല്ലല്ലയെ ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. പ്രവാചകൻ പറയണേ, ഞാനും എനിക്ക് മുമ്പും കഴിഞ്ഞു പോയ പ്രവാചകന്മാരും നബിമാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായത്, നിങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ കൂടി പഠിക്കണം, നന്മകൾ കൂടി, അതിൻ്റെ ശ്രേഷ്ഠതകൾ കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹദീസ് പറഞ്ഞത്. നമ്മൾ ഉച്ചരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം ഏതെന്ന് ചോദിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു ഭാഗത്ത് തുലാസിന്റെ ഒരു ഭാഗത്ത് ഈ ലോകം മുഴുവനും, മറ്റൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലയും വെച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് കനം തൂങ്ങുമെന്നാണ്. അത്ര പവറുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അക്സിറു ദിക്റ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് അറിയാനും ആ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പുണ്യങ്ങളും നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലയുടെ ദറജ എത്രയാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാനിന് 70 പരം ശാഖകളുണ്ട് അല്ലേ? പ്രവാചകൻ നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ എന്താ പറഞ്ഞത്? നിസ്കരിക്കുന്ന ആളുകളിൽ 10 കൊണ്ടുപോകുന്നവരുണ്ട്. ഒരേ സൊഫിൽ നിന്ന് നിസ്കരിക്കുന്നവർ, അതിൽ 10 നന്മയും കൊണ്ടുപോകുന്നവർ, 7 കൊണ്ടുപോകുന്നവർ, 0 കൊണ്ടുപോകുന്നവർ, 10 പിന്നെ അവൻ മോഷ്ടിക്കുന്നവൻ. ഇങ്ങനെ റസൂലുള്ള വ്യത്യസ്തമായ നിസ്കാരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാനിന്റെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ, ഞാൻ വെറുതെ ഒന്ന് ചോദിക്കണം, ഈ ഇരിക്കുന്ന ആളുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ ഓതിയ എണ്ണം ചോദിച്ചാൽ പലരും പല വ്യത്യസ്തമായ എണ്ണമായിരിക്കും പറയും. ചില ആളുകൾ പറയും 1 ജുസ് കംപ്ലീറ്റ് ആയി, ചില ആളുകൾ പറയും 2 ജുസ് ആയി, ചില ആളുകൾ പറയും 4 ജുസ് ആയി അല്ലെ? അത് എന്തുകൊണ്ടാ? നമ്മുടെ ഈമാനിന്റെയും താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓതിയ പേജുകൾ വ്യത്യസ്തപ്പെട്ടു. നമ്മൾ കൊടുത്ത സ്വതക്കകളുടെ വിഷയത്തിലോ സെയിം അവസ്ഥയാണ്. നമ്മൾ ചെയ്ത സുന്നത്തായ കർമ്മങ്ങളുടെ വിഷയത്തിലോ ഇതേ അവസ്ഥയാണ്. നമ്മുടെ ഈമാനിന്റെ ദറജകൾ മാറുന്നതിനനുസരിച്ച് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അളവും വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാനിൽ 70 പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും മുന്തിയ ശാഖ ഏതാ? അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും കൂടിയ ദറജ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളലാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കലാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനത്തെ ദറജ ഏതാ? 70 പരം ശാഖയിൽ ഏറ്റവും അവസാനത്തെ ദറജ എന്നത് ആ ഈമാൻ ഉൾക്കൊണ്ട ഒരു വ്യക്തി വഴിയിൽ കിടക്കുന്ന ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ കിടക്കുന്ന ഒരു മാർഗതടസ്സത്തെ നീക്കലാണ് അവന്റെ ഈമാനിന്റെ ഏറ്റവും ചെറിയ ഭാഗം എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടിട്ട്, ആ ഒരു വഴിയിൽ മാർഗദർശനം കിടക്കുന്നത് കണ്ടിട്ട് അതുപോലെ നീക്കാതെ പോകുന്നതിന് അവന് ഈമാനിന്റെ ചെറിയ ശതമാനം പോലും കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനിന് വ്യത്യസ്തമായ ദറജകളുണ്ട്. അതിൽ ടോപ്പ് ദറജയിലേക്ക് എത്താനാണ് ഞാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലെ? ഈ പള്ളി ഏറ്റവും നല്ല മനോഹരമാക്കാൻ നമ്മൾ ശ്രമിച്ചു. നമ്മുടെ സ്വർഗത്തിന്റെ അവസ്ഥയിൽ അതിന്റെ ദറജകളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഒരു ദറജയിൽ നിന്ന് രണ്ടാമത്തെ ദറജയിലേക്ക് പോകാനുള്ള ദൂരം എത്രയാണ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ, മാ ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികളോളം വ്യത്യാസം എന്നാണ്. അതായത് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പോകുന്ന ദൂരമാണ് ഒരു ദറജയിൽ നിന്ന് രണ്ടാമത്തെ ദറജയിലേക്ക് പോകാൻ. അങ്ങനെയുള്ള 100 ദറജകൾ. എത്ര വിശാലമാണ് സ്വർഗം! ആർക്കാ ആ സ്വർഗം? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. അവിടെയും പറഞ്ഞു ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗലോകം. ആ സ്വർഗം ആർക്കാ ഉണ്ടാക്കപ്പെട്ടത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഈ നോമ്പ് എന്തിനാണോ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്? ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആൻ എന്തിനാണോ അവതരിപ്പിക്കപ്പെട്ടത്? ആ തഖ്വ നേടിയെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ.
ആ തഖ്വയുടെ ഈമാനിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് സ്വർഗത്തിന്റെ ദറജയിലെ അവസ്ഥകളും മാറുമെന്ന് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു വ്യക്തി, പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതിനെ, പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്താ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? അള്ളാഹുവിൻ്റെ ഇരു വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുകല്ലിബുഹാ കൈഫ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ എന്ത് ചെയ്യും? അതിനെ മാറ്റിമറിക്കുന്നത്. അവിടെ ഒരു മുഅ്മിനായ വ്യക്തി അവന്റെ മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് നിൽക്കണം എന്നാണ് അല്ലെ? പ്രവാചകന്റെ കൂടെ ജീവിച്ചവർ പോലും പലരും മുർത്തദ്ദായിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുനാഫിക്കുകളായി മാറിപ്പോയവരുണ്ട്. യുദ്ധത്തിനിടയിൽ സഹാബിമാരെല്ലാം പറഞ്ഞു, ഓ മാഷാ അല്ലാഹ്, എന്തൊരു കരുത്തോടു കൂടിയാണ് യുദ്ധം ചെയ്യുന്നത്, സ്വർഗം തന്നെയാണ് എന്ന് സഹാബിമാർ സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. കുറച്ച് കഴിഞ്ഞു സഹാബത്ത് അമ്പരന്നു. കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു നോക്കി. പ്രവാചകൻ പറഞ്ഞതാണല്ലോ, എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി നോക്കിയിരുന്നപ്പോ യുദ്ധത്തിൽ വെട്ടേറ്റ് വേദന സഹിക്കവയ്യാതെ കുന്തം കുത്തിവെച്ച് അതിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത വ്യക്തിയെയാണ് സഹാബികൾ പിന്നീട് കാണുന്നത്. സദഖ റസൂലുള്ളാഹ്, പ്രവാചകൻ പറഞ്ഞത് എത്ര സത്യം എന്ന് പറഞ്ഞ് സഹാബിമാർ പ്രവാചകനെ ഒന്നുകൂടി വിശ്വസിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, നമ്മുടെ മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പ്രാധാന്യമുണ്ട്. തൊണ്ടക്കുഴിയിൽ റൂഹ് ഇങ്ങനെ പിടിക്കുന്ന സമയം, മാലം യുഗർഗർ എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ തൊണ്ടക്കുഴിയിൽ ആ ഒരു റൂഹിനെ ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് എടുക്കുന്ന സമയം വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പ്രസക്തി ഉണ്ട് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് തൗഹീദ്, ഇസ്ലാമിന്റെ ജീവൻ. ആ ജീവൻ നഷ്ടപ്പെട്ടാലോ? നമ്മുടെ ഹെഡിങ് അതാണല്ലോ, തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാണ്. ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാമില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മീനിനെ, ആ മീന് ചൂടുവെള്ളത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അധിക സമയം ജീവിക്കൂല എന്നതുപോലെ നമ്മുടെ ഇബാദത്തുകൾക്ക് സ്വീകാര്യതയുണ്ടാകണമെങ്കിൽ, നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ അടിത്തറ ഉണ്ടായേ മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച പോലും ഈ മിമ്പറിൽ നിന്ന് കേട്ട 3 ആയത്തുകളിൽ ഒരായത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ ആയത്ത് നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ആയത്തിന്റെ തുടക്കത്തിൽ വിളിക്കുന്നത് എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനൂന്നാണ് അല്ലേ? വിശ്വസിച്ചവരേ, മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹ് വിളിച്ചിട്ട് അവസാനം പറഞ്ഞെന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാകരുത് എന്നാണ്. വിശ്വാസികളെ എന്ന് വിളിച്ച് മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാകരുത് എന്ന് പറയും. അപ്പൊ അതിനെന്തോ ഒരു വിഷയമുണ്ട് എന്നത് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മരണം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയോടുകൂടി ജീവിക്കുന്നവരുടെ പര്യവസാനമാണ് നന്നാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പുതുക്കാൻ, തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ അചഞ്ചലമായ വിശ്വാസമാക്കി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ മരണം വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചതെന്ത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, റബ്ബേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, നീ എൻ്റെ ഹൃദയത്തെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ആ പ്രാർത്ഥനയിൽ അവസാനിപ്പിച്ചിട്ടില്ല. അല്ലാഹുമ്മ യാ മുസദ്ദിഫൽ ഖുലൂബ് സദ്ദിഫ് ഖൽബി അലാ തആതിക്
അല്ലെ? മുസ്ലിമാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ മുസ്ലിമിൻ്റെ യാതൊരു അടയാളവും ഇല്ലാതെ ജീവിക്കുന്ന, വെറും സർട്ടിഫിക്കറ്റിൽ മാത്രം മുസ്ലിമും OBC മാത്രം കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഇവിടെ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന റബ്ബേ, സർരിഫ് ഖൽബി അലാ തഅതിക്, നിന്നെ അനുസരിക്കുന്നതിൽ, നിന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ എൻ്റെ മനസ്സിനെ തിരിച്ചു വീടണമേ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം. ആരാ പ്രാർത്ഥിച്ചത്? ഞാനും നിങ്ങളാണോ? അല്ല. ഈ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി അല്ലാഹ് തിരഞ്ഞെടുത്ത, റിസാലത്ത് കൊടുത്ത, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ 5 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനായ, മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠനായ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇത് നിസാരമായി കാണാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഇടം കൊടുക്കണം. നമ്മുടെ ഓരോ വക്തിലും, നിസ്കാരത്തിലും, സുജൂദിന്റെ വേളയിലും, അതുപോലെയുള്ള സമയങ്ങളിൽ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ, ഈ ഇരിക്കുന്ന സമയം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. വെള്ളിയാഴ്ച ഒരു ദിവസം, ആ ദിവസത്തിൽ ഒരു സമയമുണ്ട് എന്നാണ്. ആ സമയം പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു സംസാരം കേൾക്കുന്നതിനിടയിൽ നിങ്ങളുടെ പാപമോചന തേട്ടം റബ്ബിനോട് ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിച്ചു, അത് അസറിന് ശേഷമുള്ള സമയമെന്നാണ്. അതും മഗ്‌രിബിനോട് അടുക്കുന്ന സമയമെന്ന് പ്രത്യേകം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ പ്രാർത്ഥന ഒരു വേള നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കിട്ടിയ ഈ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വലിയ സൗഭാഗ്യമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? 1, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ. 2, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ. 3, നമ്മുടെ പര്യവസാനം നന്നാകണമെങ്കിൽ. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ മേഖലയിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടുന്നതാണ്, അനിവാര്യമായതാണ്, അടിസ്ഥാനമാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട, ഈ തൗഹീദ് കിട്ടാത്ത ഒരുപാട് ആളുകൾ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയും മകനും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപ്പ, അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട, തൗഹീദ് ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച അബൂ ത്വാലിബ്. അവിടെ അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, യാ അം, അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, മൊഴിഞ്ഞാൽ മതി, മരണവേളയിൽ കിടക്കണം, മൊഴിഞ്ഞാൽ മതി. അഷ്ഹദു ബിക ലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് താങ്കൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും സ്വീകരിക്കാൻ കഴിയാതെ, വലഖദ് അലിംതു അന്ന ദീന മുഹമ്മദിൻ ഖൈരി അദിയാനിൻ എന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ചു പോവാൻ. ദീന് അത് പ്രവാചകന്റെ ദീനാണ്, സത്യമതമെന്ന് ഞാനിതാ സത്യപ്പെടുത്തുന്നു, പക്ഷേ എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കറിയാം മുഹമ്മദിന്റെ മതമാണ് സത്യം എന്ന് അബൂ ത്വാലിബ് പറഞ്ഞിട്ടാണ് മരിച്ചു പോകുന്നത്. പക്ഷെ എന്നിട്ടും അവിടെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രവാചകന് ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് മാത്രം. പ്രവാചകന് പോലും പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. അല്ലാഹ് പറയാണ്, പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ അള്ളാഹുവാണ് അവൻ ഹിദായത്ത് ഏകുന്നവൻ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പ്രാധാന്യം എത്രയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ ആശ്ലേഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന് എത്ര വലിയ ഗൗരവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വർണത്തിന് എത്ര വില അല്ലേ? ഒരു പവൻ സ്വർണത്തിന് 1.25 ലക്ഷത്തിന് മുകളിലാണ് അല്ലേ? ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. 1.25 ലക്ഷത്തിന് മുകളിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്വർണം, ഒരു 10 പവൻ സ്വർണം കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നിർഭയത്വമില്ല അല്ലേ? ഉണ്ടോ? നിർഭയത്തുണ്ടോ? ആരെങ്കിലും പൊട്ടിച്ചു പോയാൽ എന്താ ചെയ്യുക? 10 പവൻ എന്ന് പറയുമ്പോൾ 12 ലക്ഷത്തിന് മുകളിൽ ആയിട്ടില്ലേ? അപ്പോൾ അത് എങ്ങനെ കൊണ്ടുനടക്കും? ഒരാൾ അണിഞ്ഞ് നടന്നാൽ പിന്നെ എങ്ങനെ അതിനെ കൊണ്ടുനടക്കാം?
വളരെ സൂക്ഷ്മമായിക്കൊണ്ടേ അതിനെ അണിഞ്ഞു നടക്കുള്ളൂ അല്ലേ? എന്നതുപോലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അതിനേക്കാൾ പവറുണ്ട്. ഇത് കേവലം ഒരു 10 ലക്ഷമോ 12 ലക്ഷമോ ദുനിയാവിലെ നശിച്ചു പോകുന്ന കാര്യമല്ല. ആ വ്യക്തി മരിച്ചു പോയാൽ, ആ സ്വർണം അണിഞ്ഞ വ്യക്തി മരിച്ചു പോയാൽ ആ കുഴിയിലേക്ക് സ്വർണം വെച്ചു കൊടുക്കൂല. ഇനി വച്ചു കൊടുത്താൽ തന്നെ ആ മയ്യത്തിനൊന്നും ഉപകരിക്കുകയില്ല. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോയി മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ അത് ഉപകാരമാണ്, അവന്റെ പരലോകത്ത് അവൻ ഉപകാരമാണ്, അവന്റെ മീസാനിൽ അത് ഉപകാരമാണ്, അവന്റെ വിചാരണ വേളയിൽ അത് ഉപകാരമാണ്, അവന്റെ സ്വർഗ തീരുമാനിക്കുന്ന വിഷയത്തിൽ അത് വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. ആ ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന സമയം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രത്യേകത എന്ത്, ദഅവത്ത് എന്താണ് എന്ന് പറയുമ്പോൾ ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഫഇൻ അതാഉ ദാലിക ഫഇൻ അതാഉ ലക ബിദാലിക. അതായത് നിസ്കാരവും നോമ്പും സക്കാത്തും അതുമായി ബന്ധപ്പെട്ട മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളും പഠിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കേണ്ടത്, നീ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തൻ, 2 ഷഹാദത്തുകളെ നീ പറഞ്ഞു കൊടുക്കണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഉണ്ടായ കാരണം എന്താ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു ടൂർ പോയതാണോ? അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി പോയതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പോയതാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ, മക്കയിൽ നിക്കക്കള്ളിയില്ലാതെ സ്വന്തം നാടും വീടും വിട്ടെറിഞ്ഞ് മദീനയിലേക്ക് പോകേണ്ടി വന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, തൽക്കാലം ഒന്ന് ആദർശമൊക്കെ മാറ്റി വെക്കുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, തൽക്കാലം ഒന്ന് ആദർശമൊക്കെ മാറ്റി വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്ന് ചില ആളുകൾ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ അത് തീരുമാനിച്ചിട്ടില്ല. പ്രവാചകൻ തൻ്റെ നാടും വീടും വിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംരക്ഷിക്കാൻ വേണ്ടി പോയി, ഹിജറ പോയി. ഇനി ആ ഹിജറ പോയിട്ടോ എന്തിനാണ് നാടും വീടും വിടേണ്ടി വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംരക്ഷിക്കാൻ, അത് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ. മദീനയിലെത്തിയപ്പോൾ അള്ളാഹു ആയത്തിറക്കി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകരെ അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ മക്കയിൽ പ്രബോധനം ചെയ്തത് അല്ലേ? എന്നിട്ട് എന്തേ അള്ളാഹ് വീണ്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം എന്ന്? കാരണം എന്താ? അപ്പൊ നമ്മൾ പറയും ഇതൊക്കെ കുറെ കേട്ടതല്ലേ, ഇത് ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്നതല്ലേ, എന്തിനപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ആളുകളല്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ചിന്ത വന്നേക്കാം. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചിന്ത വന്നിട്ടില്ല. 13 വർഷം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രവാചകനോട് അള്ളാഹ് വീണ്ടും പറയുന്നു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം എന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിച്ച് റബ്ബിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം ഉണ്ടാക്കി തീർക്കണം എന്നതാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നിൽക്കുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി പറഞ്ഞാണ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് അന്ന് ചെറിയ കുട്ടിയായിരുന്നു, 13-14 വയസ്സുള്ള കുട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഗുലാം, കുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓരോരുത്തർക്കും ആപ്റ്റായ ഉപദേശങ്ങളാണ് നൽകേണ്ടത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നു ഇഹ്ഫദില്ലാ യഹ്ഫദുക ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ ചില വാക്കുകൾ നിനക്ക് പറഞ്ഞുതരാം, ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, അത് നിങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ? ഇഹ്ഫദില്ലാ യഹ്ഫദുക, ഇബ്നു അബ്ബാസ് താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, അള്ളാഹ് നിന്നെ സൂക്ഷിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മെ സംരക്ഷിക്കുന്ന. വീണ്ടും അത് എടുത്തു പറഞ്ഞു ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക്, നീ നിന്റെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ തജിദുഹു തുജാഹക്, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ കഴിയും. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട, ശരിയാവണ്ണം ഉൾക്കൊണ്ട ഒരാൾക്ക് കിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ആദ്യം ഇഹ്ഫദില്ല പറഞ്ഞത്, വീണ്ടും ഇഹ്ഫദില്ല പറഞ്ഞത്. അതുകൊണ്ടാണ് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ
ശരിയാവണ്ണം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് വരുന്ന ഏതേത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. എനിക്ക് നേരെ വരുന്ന എന്ത് പ്രതിസന്ധിയുണ്ടോ അതെല്ലാം എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനും കഴിവ് നൽകുന്നവൻ റബ്ബ് മാത്രമാണ്. ഇതെവിടെ നിന്ന് കിട്ടുള്ളൂ? അടിത്തറയായ തൗഹീദിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇല്ലെങ്കിലോ, ഒരു പ്രശ്നം വന്നു, കുട്ടിയെ കിട്ടുന്നില്ല, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി, നേരെ പോവും ജാറങ്ങളിലേക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ് ഓതി തരുന്ന നൂലും കെട്ടി അങ്ങനെ ജീവിക്കും. അല്ലെങ്കിൽ ഊതി തന്ന വെള്ളവും കുടിച്ച് അങ്ങനെ ജീവിക്കും. ഒരു വണ്ടി എടുത്താൽ ആ വണ്ടി ഷോറൂമിൽ നിന്നിറക്കി ഓടിക്കുന്ന സമയത്തൊന്നും നൂലുണ്ടാവില്ല. തവക്കുലില്ലാത്തതിൻ്റെ പേരിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി നേരെ ജാറത്തിലേക്ക് പോകും. അവിടെ നിന്ന് കിട്ടുന്ന ഒരു പച്ച പട്ടും കെട്ടി വാഹനം ഓടിക്കും. പേരെന്താ? ഈ വാഹനത്തെ സംരക്ഷിക്കുന്നത് ഈ നൂലാണ് എന്ന്. ഞാൻ കളിയാക്കാനോ തമാശ പറയാനൊന്നുമല്ല. ഇത് വളരെ ഗൗരവമായി നിങ്ങൾ നോക്കിക്കാണേണ്ട വിഷയമായതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് റബ്ബിന്റെ തുണയേകണോ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് പറഞ്ഞത്. നൂല് കെട്ടാൻ പറഞ്ഞിട്ടില്ല. ജാറങ്ങളിലേക്ക് പോയി അവിടെ നേർച്ച നേരാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നിസ്കാരത്തിൽ എന്താ പറയുന്നത്? നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നെന്താ? നമ്മൾ പ്രഖ്യാപിക്കുന്നെന്താ? എൻ്റെ നിസ്കാരം, ഇന്ന സ്വലാത്തി എൻ്റെ നിസ്കാരം, വനുസുകി എൻ്റെ അറവ്, എൻ്റെ നേർച്ച, വമഹ്യായ വമമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും റബ്ബേ നിനക്കുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ച ചെയ്യാൻ കഴിയുക? നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പഠിക്കുമ്പോൾ തന്നെ അത് ആശയം ഗ്രഹിച്ചുകൊണ്ട് പഠിക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്ത് ഒരു സൃഷ്ടി വിചാരിച്ചാലും സാധ്യമല്ല എന്ന പ്രഖ്യാപനം. ശേഷം എന്താ? വലാ മുഅതിയ ലിമാ മനഅത, റബ്ബേ നീ തടഞ്ഞു വെച്ചതിനെ തരാൻ ലോകത്തേത് സൃഷ്ടി വിചാരിച്ചാലും സാധ്യമല്ല. ഈ ലോകത്തേത് സൃഷ്ടി വിചാരിച്ചാലും എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടികളിൽ ആരൊക്കെ പെട്ടു? എല്ലാ വ്യക്തികളും പെട്ടു. സൃഷ്ടികളായ എല്ലാം പെട്ടു. അതിൽ ഔലിയാക്കന്മാരും പെട്ടു, അമ്പിയാക്കന്മാരും പെട്ടു, ഉസ്താദുമാരും പെട്ടു, ഹോജമാരും പെട്ടു, ബീവിമാരും പെട്ടു, എല്ലാവരും പെട്ടു എന്നാണ്. അപ്പൊ ഈ പ്രഖ്യാപനം നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്രഖ്യാപനം നെഞ്ചോട് ചേർക്കണം. ഈ പ്രഖ്യാപനം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ല തരാൻ ഉദ്ദേശിച്ചതേ നമുക്ക് കിട്ടൂ. അല്ല തടയാൻ ഉദ്ദേശിച്ചത് ഒരാൾക്കും തരാനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് അല്ല കുട്ടിയെ തടയാൻ ഉദ്ദേശിച്ചു, കല്യാണം കഴിഞ്ഞു, വർഷങ്ങളായി, തൽക്കാലം ഇപ്പോൾ കുട്ടി വേണ്ട എന്ന് അല്ല തീരുമാനിച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക് പോയി അവിടെ നേർച്ച ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കിട്ടി. ഇവന്റെ വിശ്വാസം എന്താ? ജാറത്തിൽ പോയപ്പോൾ ആ ജാറത്തിലുള്ള ആള് എനിക്ക് കുട്ടിയെ തന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന പലരും എനിക്ക് നേരിട്ടറിയുന്നവരുണ്ട്. അള്ളാന്റെ അടുത്ത് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഔലിയാക്കളോട് ചോദിച്ചപ്പോഴാണ് കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. അതെന്താ അവിടെ സംഭവിച്ചത്? എന്താ അതും നിങ്ങൾ മനസ്സിലാക്കണം. ജാറത്തിൽ പോയി നേർച്ച ചെയ്തു, 2 വർഷം കഴിഞ്ഞ് കിട്ടി. ആ 2 വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന് അല്ല തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് അവന് കിട്ടിയത്. അവനത് ജാറത്തിൽ പോയാലും ശരി, പോയില്ലെങ്കിലും ശരി, ആ 2 വർഷം കഴിഞ്ഞ് കിട്ടും എന്നുള്ള അല്ല തീരുമാനിച്ചത്. എപ്പോൾ തീരുമാനിച്ചു? ജാറത്തിൽ പോയപ്പോഴല്ല. നമ്മെ സൃഷ്ടിക്കുന്നതിനും ഈ ലോകം സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ ഏടുകളാണത്, തീരുമാനങ്ങളാണത്. ഇനി മാത്രല്ല, നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, റമളാനിൽ അല്ലാഹ്ക്ക് ഒരു രാത്രിയുണ്ട് അല്ലേ? വലില്ലാഹി ഫീഹി ലൈല ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാത്രി. അത് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ആ രാത്രിയെക്കുറിച്ച് പറയാനല്ല ഞാൻ ഇത് പറഞ്ഞത്, മറിച്ച് അതിന് ശേഷമുള്ള കാര്യം എന്താ പറഞ്ഞത്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഈ ഒരു വർഷം, ഇനി അടുത്ത റമളാനിന്റെ ലൈലത്തുൽ ഖദർ വരെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ കാര്യം മുഴുവൻ തീരുമാനിക്കപ്പെട്ട ഏടുകളുമായി കൊണ്ട്, തീരുമാനങ്ങളുമായി കൊണ്ടാണ് മലക്കുകൾ വരുന്നത്.
അപ്പം അതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. ജാറത്തിൽ പോയി അല്ലെങ്കിൽ നൂല് കെട്ടി എന്നതുകൊണ്ട് സംഭവിച്ചതേ അല്ല. അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. ഞാൻ ഈ ഹദീസിലേക്ക് തിരിച്ചു വരികയാണ്. നിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, നിന്റെ വിഷമങ്ങളിൽ, നിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും നിനക്ക് അതിനെ തരണം ചെയ്യാൻ റബ്ബിനെ നിനക്ക് കണ്ടുമുട്ടാൻ കഴിയും. എപ്പോൾ? റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഇവിടെ വളരെ പ്രസക്തമായ വാചകങ്ങളാണ് ശേഷം പറയുന്നത്. ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണെങ്കിൽ മമ്പുറം തങ്ങളോട് ചോദിക്കൂ എന്നല്ല, നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ല, അല്ലാഹുവിനോട് ചോദിക്കൂ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ റബ്ബിനോട് മാത്രമാണ് സഹായം തേടേണ്ടത്. അഭൗതികമായ മാർഗത്തിലൂടെ സഹായം തേടേണ്ടത് റബ്ബിനോട് മാത്രമാണെന്നാണ്. ഇത് വളരെ അടിസ്ഥാനപരമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആ പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുന്നത്. എന്നറിയോ? വഅലം, അവിടെ ആ ഭാഗം പഠിപ്പിക്കുമ്പോൾ പോലും നിങ്ങൾ അറിയണം എന്നാണ്. അറിയണം, ആ അറിവാണ്, അറിവിനെ കുറിച്ചാണ് പറയുന്നത്. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത, തീർച്ചയായും ഈ ഉമ്മത്ത്, ലൗ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അള്ളാഹ് തീരുമാനിച്ച് എഴുതി വെച്ചതല്ലാതെ ഈ ഉമ്മത്തിൽ ആരൊക്കെ വിചാരിച്ചാലും ശരി നിനക്ക് ഒരു ഉപകാരം ചെയ്തു തരാൻ കഴിയില്ല. തീർന്നില്ല. വലവിജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ, നിനക്ക് എതിരെ ഒരു പ്രശ്നമുണ്ടാക്കാൻ, ഒരു പ്രയാസമുണ്ടാക്കാൻ ഈ ഉമ്മത്ത് മുഴുവൻ ഒരുമിച്ച് കൂടി, അത് മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി, അത് ഇല്ലാ ഷൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, നിനക്കുമേൽ അള്ളാഹ് അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അത് സംഭവ്യമല്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ ഈമാനിനെ ഊട്ടി ഉറപ്പിക്കണം. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ റബ്ബ് തീരുമാനിച്ചത് മാത്രം. എനിക്കൊരു അസുഖം ബാധിച്ചോ, അത് അള്ളാഹ് തീരുമാനിച്ചത് കൊണ്ടാണ്. എനിക്കൊരു പ്രയാസമുണ്ടായോ, അത് അള്ളാഹ് തീരുമാനിച്ചത് കൊണ്ടാണ്. എനിക്കൊരു നന്മയുണ്ടായോ, അത് അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാണ്. ഇങ്ങനെ മനസ്സിനെ ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എന്തു സംഭവിച്ചാലും റബ്ബ് തീരുമാനിച്ചതല്ലാതെ എനിക്ക് സംഭവിക്കാനില്ല, ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതല്ല എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ശിർക്കുകൾ കടന്നു വരും. അല്ലാഹു അല്ലാത്ത ആളുകളിൽ നിന്നുള്ള അഭയതേട്ടവും അതുപോലെ തന്നെ രക്ഷാതേട്ടവും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ശിർക്കിന്റെ വഴികൾ തുറന്നു വരുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതുപോലെ? ഞാൻ തുടക്കത്തിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ 10 തലമുറകളുടെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിക്കപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞു. എന്നതുപോലെ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, മഹാന്മാരെ ആദരിക്കുന്നു മഹാന്മാരെ ആദരിക്കണം, അതിൽ സംശയമില്ല. മഹാന്മാരെ ബഹുമാനിക്കണം. പ്രത്യേകിച്ച് ബദരീങ്ങളും അതുപോലെയുള്ള ആളുകളെക്കുറിച്ച്, സഹാബികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബൽ അഹ്യാഉൻ മിൻ ഇൻദി റബ്ബിഹി, അള്ളാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾ മരിച്ചുപോയവരാണെന്ന് വിചാരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റുകൾ കൊടുക്കണം. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ തർലിയത്ത് ചൊല്ലണം. റളിയല്ലാഹു അൻഹും വറളു അൻഹു, ഇത് ചൊല്ലണം. പക്ഷേ ബദരീങ്ങളെ കാക്കണേ എന്ന പ്രാർത്ഥന അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പറ്റും. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഏതായാലും പറഞ്ഞു വരുന്നത്, സഹോദരന്മാരെ, അങ്ങനെ ഈ തൗഹീദിനെ ഊട്ടി ഉറപ്പിച്ചിട്ടില്ല, ശിർക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഇബാദത്തുകൾ നഷ്ടമാണ്. നമ്മുടെ ഇബാദത്തുകൾ നഷ്ടമാണ്. ഏറ്റവും വലിയ തിന്മ ഏതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അത് കൊലപാതകമാണ്, അല്ലെങ്കിൽ വ്യഭിചാരാണെന്നാണ്, അല്ലേ? ഒരാൾ വ്യഭിചരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ കൊട്ടിക്കോശിക്കലാണ്. വലിയ വൻപാപം ചെയ്തു, തിന്മ തന്നെയാണ്, തിന്മയിൽ കുറവൊന്നുമില്ല. ഒരാൾ കൊലപാതകം ചെയ്തു, വലിയ ന്യൂസാകും, അല്ലേ? പത്രങ്ങളിലും അതുപോലെ ചാനൽ ചർച്ചകളിലുമൊക്കെ അവിടെ മുസ്ലിം ആണെങ്കിൽ പിന്നെ തീവ്രവാദി എന്ന മുദ്രയും കൂടെ കുത്തും. എന്നിട്ട് രാത്രി മുഴുവൻ അന്തി ചർച്ചയായിരിക്കും. എന്നാൽ ഒരാൾ ഷിർക്ക് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് ഈ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ചർച്ച, ചാനൽ ചർച്ച ഉണ്ടായിട്ടുണ്ട്? വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു, ഈ കൊലപാതകത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പീഡനങ്ങളെക്കാൾ ഏറ്റവും വലിയ ശിർക്ക്, ഏറ്റവും വലിയ തിന്മ എന്നത് അത് ശിർക്കാണ്. 31-ാം അധ്യായം നിങ്ങളൊന്ന് പരിശോധിക്കണം. 31-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹിസ്സലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നു, യാ ബുനയ്യ,
യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എൻ്റെ പൊന്നു മകനെ നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ആ ശിർക്കാണ് വമ്പിച്ച അക്രമം. കൊലപാതകത്തെക്കാൾ പീഡനത്തെക്കാൾ വലിയ അക്രമം, തിന്മ എന്നത് അത് ശിർക്കാകുന്നു എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ തൗഹീദിനെ സംരക്ഷിക്കാൻ, ഇസ്ലാമിന്റെ ജീവനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അത് എന്റെയും നിങ്ങളുടെയും അനിവാര്യമായ ആവശ്യം, എൻ്റെ മാത്രം ആവശ്യമല്ല. എനിക്ക് എൻ്റെ ആവശ്യമാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ആവശ്യമാണ്. കാരണം മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ അതിനുമപ്പുറം ഖബറിലെടുത്തു വെക്കുമല്ലോ. ഖബറിലെടുത്തു വെക്കുമ്പോൾ ഫിത്ന, ഈ ഇരിക്കുന്ന എല്ലാവരും ആ ഫിത്നയെ നേരിടേണ്ടവരാണ്. ഖബറിലെ ഫിത്ന എന്നത് ഞാനും നിങ്ങളും നേരിടേണ്ട യാഥാർത്ഥ്യമാണ്. എന്താ ഖബറിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ? 2 മലക്കുകൾ വരും. ആ 2 മലക്കുകൾ വന്നതിന് ശേഷം ചോദ്യം ചോദിക്കും. മൻ റബ്ബുക് വമാ ദീനുക് വമൻ ഹാദർ റജുൽ. ആ മലക്കുകൾ ചോദിക്കുന്നതാണ്, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീനേതാണ്, ഈ മനുഷ്യൻ ആരാണ്? പ്രവാചകന്റെ ആ ഒരു ഫോട്ടോ കാണിച്ച്, പിക്ചർ കാണിച്ച് ചോദിക്കും, ഈ മനുഷ്യൻ ആരാണ്? അവിടെ അല്ലാഹു റബ്ബി എന്നെനിക്ക് പറയണമെങ്കിൽ ആ റബ്ബിനെ ദുനിയാവിൽ കൃത്യമായി മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് അതിന്റെ യഥാർത്ഥമായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു റബ്ബി എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ കാണാം, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല കേട്ടോ, ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, എന്തെനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. അതില്ലാതിരിക്കാൻ നമ്മൾ ആ തൗഹീദിനെ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ചില ഫളിലുകൾ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ ദുനിയാവിലും പരലോകത്തും. ആ പരലോകത്ത് എവിടെയാണ്? ഖബറിൽ. ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥൈര്യം നൽകും. അല്ലേ? നമ്മൾ ഖബറിൽ കൊണ്ടുവച്ചതിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂലേ, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അല്ലേ? ഈ ചോദ്യം ചോദിക്കുന്ന വേളയിൽ റബ്ബേ നീ സ്ഥൈര്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്ഥൈര്യം കിട്ടുമെന്ന് അല്ലാഹു പറയുന്നു. എവിടെ? ഈ ദുനിയാവിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൃത്യമായി ഉച്ചരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന, ആ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും ഖബറിലും സ്ഥൈര്യം ലഭിക്കും, ഉത്തരം നൽകാൻ കഴിയുന്ന നിർഭയത്വം ഉണ്ടാകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു പറയാണ്, ഈ ദുനിയാവിൽ ഈ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരിയായ വണ്ണം റബ്ബിനെ മനസ്സിലാക്കി ജീവിക്കുന്ന, ഈ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നിർഭയത്വം നൽകും. അല്ലദീന ആമനു, ഒന്നെന്താണ്? അല്ലദീന ആമനു, വിശ്വാസം ക്ലിയർ ആകണം. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള ദുൽമ് കടത്തിക്കൂട്ടാൻ പാടില്ല. വിശ്വാസത്തിലെ ദുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബികൾ ചോദിച്ചു, റസൂലേ ആരാണ് ദുൽമ് ചെയ്യാത്തത്, തെറ്റ് ചെയ്യാത്തത് ആരാണുള്ളത്? കുല്ലു ബനി ആദമ ഖത്താഉൻ, പിന്നെ എങ്ങനെയാ ഈ ദുൽമ് കടത്താതെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുക എന്ന് സഹാബികൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്കാകുന്ന വമ്പിച്ചതായ അക്രമമാണ് അവിടെ ഉദ്ദേശമെന്ന്. അപ്പോൾ വിശ്വാസത്തിൽ ശിർക്ക് കലരാൻ പാടില്ല. വിശ്വാസത്തിൽ അള്ളയല്ലാത്ത ആളുകളിൽ നിന്ന് ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ വിശ്വാസത്തെ ക്ലിയർ ആക്കിയ ഒരാൾക്കോ ഈമാനഹും ബിദുൽമിൻ ഉലൈക, അക്കൂട്ടർക്കുണ്ട്, ഉലൈക ലഹുമുൽ അംൻ, അക്കൂട്ടർക്കുണ്ട് നിർഭയത്വമുണ്ട്, ഈ ദുനിയാവിലുണ്ട്, വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തീർന്നില്ല. നമ്മളൊക്കെ നല്ല സ്റ്റാറ്റസോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നല്ല ഒരു ജീവിതം, അത് കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചും കുടുംബജീവിതം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വൈവാഹിക ജീവിതവും മക്കളുമായി ബന്ധപ്പെട്ട അങ്ങനെ തുടങ്ങിയ ഒരു കുടുംബ ജീവിതം ഏറ്റവും നല്ല സ്റ്റാറ്റസിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അല്ലെ? നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടല്ലേ? പലിശ മനുഷ്യന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കും അല്ലേ? ആരും അറിയരുത് എന്ന് വിചാരിച്ച് ചെയ്ത തിന്മ അത് മനുഷ്യന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കും. എന്നതുപോലെ തന്നെ ചില കാര്യങ്ങൾ
മനുഷ്യന്റെ മനസ്സിന് നിർഭയത്വം നൽകുന്ന, സമാധാനവും സന്തോഷവും നൽകും. ഏതാ ആ കാര്യം? വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നു. അല്ലദീന മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. മൻ അമില സാലിഹൻ, സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങൾ അത് ആണാകട്ടെ പെണ്ണാകട്ടെ. ആണിന് പ്രത്യേകത, പെണ്ണിന് പിന്നെ കുറച്ച് കുറവ്, അങ്ങനെയൊന്നുമില്ല. നിസ്കരിച്ചത് ആണായാലും പെണ്ണായാലും ഒരേ കൂലിയാണ്. അവരുടെ നീയത്തിനും അവരുടെ താല്പര്യത്തിനനുസരിച്ച്, ഇഖ്ലാസിനും അനുസരിച്ച്. അപ്പോ മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, അത് അത്ര മാത്രം പോരാ. ഏതെങ്കിലും ഒരു പെണ്ണ്, ഏതെങ്കിലും ഒരാണ് നിസ്കരിച്ചാൽ പോരാ. വഹുവ മുഅ്മിൻ, വിശ്വാസത്തോടുകൂടി, വിശ്വാസിയായിക്കൊണ്ട്, ശരിയായ വിശ്വാസിയായിക്കൊണ്ട്, തൗഹീദ് ഉൾക്കൊണ്ടവരായിക്കൊണ്ട് അവർ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം എന്താ? ഓപ്പോസിറ്റ് അർത്ഥം എന്താ? വിശ്വാസിയല്ലേ, തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ലേ, അവന്റെ നിസ്കാരങ്ങളും ഇബാദത്തുകളും ഒന്നും അള്ളാഹ്ക്ക് വേണ്ടതില്ല. അപ്പോ വിശ്വാസത്തെ ശരിയാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അവർ ചെയ്തു കഴിഞ്ഞാൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് ദുനിയാവിൽ മാന്യമായ ജീവിതം നൽകുന്ന, ഹയാതൻ തയ്യിബ, മാന്യമായ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, നല്ലതായ തയ്യിബായ ജീവിതം ഈ ദുനിയാവിൽ അവർക്ക് ആസ്വദിക്കാൻ അള്ളാഹു അവസരം കൊടുക്കും. തീർന്നില്ല. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലമായി കൊണ്ട് പാരത്രിക ലോകത്ത് വമ്പിച്ചതായ പ്രതിഫലം. അപ്പോൾ ദുനിയാവിലും നന്മ കിട്ടും, മരണാനന്തര ജീവിതത്തിലും നന്മ കിട്ടും. ദുനിയാവിൽ നല്ല ജീവിതം, സ്വസ്ഥമായ ജീവിതം കിട്ടും, പരലോകത്ത് സ്വർഗമെന്ന സ്വസ്ഥമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട, ഇരു ലോകത്തും വിജയം ലഭിക്കുന്ന കാരണമായി കൊണ്ട് പഠിപ്പിച്ചത് വിശ്വാസമാണ്, സൽക്കർമ്മമാണ്. വിശ്വാസമില്ലാതെ സൽക്കർമ്മമുണ്ടായാൽ കാര്യമില്ല, സൽക്കർമ്മമുണ്ട് വിശ്വാസമില്ലേ കാര്യമില്ല. വിശ്വാസവും സൽക്കർമ്മവും ഒരുപോലെ സമ്മേളിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിലും പരലോകത്തും അവന് യഥാർത്ഥമായ ജീവിതം നയിക്കാൻ, സ്വസ്ഥമായ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിലോ ഷിർക്ക് കടന്നു വന്നാൽ, അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷിർക്ക് എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളെങ്ങാനുമാണ് ഷിർക്ക് ചെയ്യുന്നതെങ്കിൽ, ആരാ പ്രവാചകൻ? ദീന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താ? രാത്രി നിന്ന് നിസ്കരിച്ച സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, റസൂലേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്നത്? കാലിൽ നീര് വന്നിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? പ്രവാചകൻ പറഞ്ഞ മറുപടി, അഫല അകൂനു അബ്ദൻ ശകൂറ. ആയിഷ, എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് ചോദിച്ച പ്രവാചകൻ. ആ പ്രവാചകനോട് അല്ലാഹ് പറയുന്നു, ആ പ്രവാചകരെ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കളുടെ ജീവിതത്തിലാണ് ശിർക്ക് വന്നതെങ്കിൽ താങ്കളുടെ കഴിഞ്ഞ മുഴുവൻ നന്മകളെയും, എല്ലാ സർവ്വ നന്മകളെയും ബാത്തിലാക്കി കളയും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. അത് വളരെ കടുത്ത പ്രയോഗമായി, അള്ളാഹുവിന്റെ കടുത്ത പ്രയോഗമാണ്. എന്താ അറിയോ? വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ തീരാ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ഉണർത്തിയത് നമുക്ക് പാഠമാകാനാണ്. പ്രവാചകൻ പോലും ശിർക്ക് ചെയ്താൽ അത്രയും വലിയ നഷ്ടത്തിലേക്ക് പോകുമെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് വന്നാൽ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. സൂറത്ത് അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-18ഓളം നബിമാരെ അതുപോലെ പ്രവാചകന്മാരെയും ഒക്കെ മിക്സ് ചെയ്ത് എണ്ണി അവസാനം പറയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ഇനി പ്രവാചകന്മാരാകട്ടെ, നബിമാരാകട്ടെ, ആരുമാകട്ടെ, അവരൊക്കെയും ചെയ്ത കർമ്മങ്ങളോടൊപ്പം ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തുവരില്ലെന്ന്, ഒരിക്കലും പൊറുക്കാത്ത തിന്മ അത് ശിർക്കാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ കള്ളു കുടിച്ചു, ഒരാൾ കൊലപാതകം ചെയ്തു, അവൻ മുഅ്മിനാണെങ്കിൽ അല്ലാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ശിർക്ക് ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ അല്ലാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ഈ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. ഒന്നുമില്ലെങ്കിലും
ആ പാപങ്ങൾക്ക് അനന്തരഫലമായി കൊണ്ട് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ ഷിർക്കിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞെടുത്ത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഷിർക്ക് ചെയ്യുന്ന അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്നാണ്. ഖാലിദും മുഖല്ലദും ഫിന്നാർ, കാലാകാലം നരകത്തിലെന്ന്. ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ സ്വർഗം നിഷിദ്ധമാകുന്ന ആളുകളാണ് ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്നാണ്. നരകമാണ് അവന്റെ സങ്കേതമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖറമിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് വീണവനെ പോലെയാണ് ഈ ശിർക്ക് ചെയ്തവൻ എന്നാണ്. ഒന്നുകിൽ അവന് പക്ഷികൾ റാഞ്ചിയെടുത്തു കൊണ്ടുപോകും, അല്ലെങ്കിൽ തുമ്പില്ലാത്ത രൂപത്തിൽ പൊടിയായി ഭസ്മമായി കൊണ്ട് താഴെ നിലംപതിക്കുന്ന. ഇങ്ങനെ തുടങ്ങി ഷിർക്കിന്റെ ഗൗരവത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നു. തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, നമുക്ക് ആ തൗഹീദ് കിട്ടിയവരാണ്, നാം തൗഹീദ് സ്വീകരിച്ചവരാണ്. ആ തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു നിലക്കും ഒരു വേളയിലും അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാരെയാകട്ടെ, അമ്പിയാക്കന്മാരെയാകട്ടെ, ബദരീങ്ങളെയാകട്ടെ, ആരെയാകട്ടെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മുമ്പ് എത്ര പ്രവാചകന്മാരും നബിമാരും കടന്നുപോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയായിരുന്നു നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അവിടെ എന്താ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം? നമ്രൂദിന്റെ തീക്കുണ്ടാരം എന്നത് ആകാശലോകത്തുകൂടി പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ ആവി കാരണം, അതിന്റെ പവർ കാരണം ഉരുവി അതിലേക്ക് വീഴുന്ന അത്ര ഭയാനകരമായ തീ. ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാമിനെ വിളിച്ചു തേടിയിട്ടില്ല, നൂഹ് നബി അലൈഹി സ്വലാമിനെ വിളിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം ഒരു പേരിന് പോലും യാ നൂഹ് എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് അവിടെ എന്താ പറഞ്ഞത്? വിശ്വാസികൾക്ക് പാഠമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത് ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്നാണ്. എനിക്കെന്റെ റബ്ബ് മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൂടി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയം, ആ സമയത്ത് ശത്രുക്കൾ തലയുടെ മുകളിൽ വന്ന് നിൽക്കാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ, അവർ കാലിലേക്ക് നോക്കിയാൽ നമ്മൾ പെട്ടു എന്നാണ്. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു തൗഹീദിന്റെ അധ്യാപനം ഉണ്ടെന്നറിയോ? മാ ദുന്നുക ഇത്നൈനി അല്ലാഹു സാലിസുഹുമാ, ഏ അബൂബക്കർ, താങ്കൾക്ക് രണ്ടുപേരുടെ വിഷയത്തിൽ, വിശ്വാസികളായ രണ്ടുപേരുടെ വിഷയത്തിൽ താങ്കളുടെ ആവലാതി എന്താണ്? അള്ളാഹു മൂന്നാമനായി സഹായിയായി വിശ്വാസികളുടെ കൂടെയുണ്ട് എന്ന അധ്യാപനമാണ് പഠിപ്പിച്ചു കൊടുത്തത്. മഹാനായ മൂസ നബി അലൈഹി സ്വലാം വിശ്വാസികളുമായി കൊണ്ട് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയെത്തിയത് ചെങ്കടലിന്റെ നടുവിലാണ്, ചെങ്കടലിന്റെ സൈഡിലാണ്. അവിടെ ഒരു ഭാഗത്ത് ചെങ്കടൽ, മറുഭാഗത്ത് ഫിർഔനും കൂട്ടരും. കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ പോലും പറഞ്ഞതെന്നറിയോ? മൂസ, നമ്മൾ പെട്ടു, ഇനി രക്ഷയില്ല. മൂസ അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? എന്നാ നിങ്ങൾ ഇനി മുൻകഴിഞ്ഞ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്നല്ല, മറിച്ച് അവിടെ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനമുണ്ട്. അവിടെ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനം എന്താ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, അവൻ വഴി കാണിച്ചു തരും. അല്ലേ, കാണിച്ചില്ലേ? അള്ളാഹു വഴി കാണിച്ചു കൊടുത്തിട്ടില്ലേ? ഹസ്ബി അല്ലാഹ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചു. രക്ഷപ്പെടുത്തിയില്ലേ അള്ളാഹു? മൂസ അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയില്ലേ? ചെങ്കടൽ പിളർത്തി. ഇനി അവിടെയും തീർന്നില്ല. ബദർ തന്നെ നമുക്ക് എത്ര വലിയ പാടാണ്. വിശ്വാസികൾക്ക് തീർത്തും പ്രതിരോധം തീർക്കുന്ന അവസ്ഥ, പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥ. അള്ളാഹു സഹായിച്ചില്ലേ? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിട്ടില്ലേ? ഇനി കറാമത്താണ് ചില ആളുകൾ പറയാറുള്ളത്. വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി നോക്കുമ്പോൾ സൂറത്തുൽ മറിയമിൻ്റെ ആ ഒരു ഫസ്റ്റ് പേജിന്റെ അവസാനത്തെ ലൈനും തൊട്ടടുത്ത പേജും ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ മറിയം ബീബിയുടെയും സക്കരിയ അലൈഹി സ്വലാമിൻ്റെയും ചരിത്രം പറയുന്നുണ്ട്. മറിയം ബീബി നല്ല വിശപ്പുള്ള അവസ്ഥയിൽ ആ സമയത്ത് കിട്ടാനില്ലാത്ത ഫലവർഗ്ഗങ്ങൾ മറിയം ബീബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മെഹ്റാബിൽ നിന്ന് സക്കരിയ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു മടങ്ങി വരുമ്പോൾ ഈ കാഴ്ച കാണാൻ. അന്ന് സക്കരിയ അലൈഹി സ്വലാമിന് മക്കളില്ല, വാർദ്ധക്യത്തിലെത്തി, നരബാധിച്ച് വംറഅതുഹു ആഖിറ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇനി ഗർഭം ചുമക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല, വന്ധ്യയായി കഴിഞ്ഞു. അങ്ങനെയുള്ള ഭാര്യയും
ആ ഭാര്യയും വാർദ്ധക്യത്തിലെത്തിയ ഭർത്താവും സക്കരിയ അലൈഹിസ്സലാം. ആ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ മറിയം ബീവിയുടെ മുമ്പിൽ കറാമത്ത് ഭക്ഷണം കാണേൻ. ആ നാട്ടിൽ കിട്ടാനില്ലാത്ത, ആ സീസണിൽ കിട്ടാനില്ലാത്ത ഭക്ഷണം. അന്നാലക്കിഹാദ, എവിടെന്നാ നിനക്ക് കിട്ടിയത് എന്ന് മറിയം ബീബിയോട് ചോദിക്കുമ്പോൾ മറിയം ബീബി ഉടനെ പറയുന്നു, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്നുള്ള കറാമത്താണിത്. സക്കരിയ അലൈഹിസ്സലാം, ഓ മറിയമേ, എനിക്ക് കുട്ടിയില്ല, പെട്ടെന്നൊരു കുട്ടിയെ തരണം, ഞങ്ങൾക്ക് കുട്ടിയെ നൽകണം എന്നല്ല പ്രാർത്ഥിച്ചത്. കറാമത്ത് മുന്നിൽ കണ്ടിട്ടും പ്രാർത്ഥിക്കുന്നത് ഹുനാലിക ദആ സക്കരിയ റബ്ബ. സക്കരിയ അലൈഹിസ്സലാം നേരെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഈ കറാമത്ത് കണ്ടിട്ട് കറാമത്തിന്റെ ഉടമയായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ എനിക്ക് സ്വാലിഹായ സന്താനത്തെ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് വിശ്വാസികൾക്ക് പാടാണ്. കറാമത്തിന്റെ ഉടമയായ റബ്ബിനോട് പ്രാർത്ഥിക്കണം. കറാമത്ത് ആരിൽ സംഭവിച്ചു എന്നതല്ല ഇസ്ലാമിന്റെ ചർച്ച. കറാമത്ത് ആരിൽ നിന്ന് സംഭവിച്ചു എന്നതാണ് ചർച്ച. അവനിലേക്കാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനിലേക്കാണ് കൈകൾ ഉയർത്തേണ്ടത്, റബ്ബിലേക്കാണ് നമ്മുടെ സർവ്വതും സമർപ്പിക്കേണ്ടത്. പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, എല്ലാം റബ്ബിനോട് പറഞ്ഞ് പരിഹാരം തേടണം. അവനാണ് വിശ്വാസി, അവനാണ് മുഅ്മിൻ, അവനാണ് തൗഹീദ് ഉൾക്കൊണ്ടവൻ, അവനാണ് ഇസ്ലാമിന്റെ ജീവനെ സംരക്ഷിച്ചവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കുന്ന, റബ്ബിനോട് അടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാക്കി. റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്ക് അല്ല പോരെ, എനിക്ക് നിങ്ങൾക്ക് അല്ല പോരെ, എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ, എനിക്ക് ദൂരീകരിച്ച് നൽകാൻ അല്ല മതി എന്നാണ്. അല്ല ചോദിക്കാണ്, നിങ്ങൾക്ക് അല്ല പോരെ എന്നാണ്. അള്ളാഹിനേക്കാളും വലിയ ശക്തിയെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? അള്ളാഹിനേക്കാളും പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേറെ വല്ല ശക്തിയും നിങ്ങളുടെ അടുക്കലുണ്ടോ? ഇല്ല എന്നാണ്. അല്ല പറയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഈ വാചകം നമ്മൾ അടിവരയിടണം, മനസ്സിൽ തറപ്പിച്ചു വെക്കണം. എനിക്ക് എൻ്റെ റബ്ബ് മതി. ഏതു പ്രതിസന്ധിയിലും, ഏത് പ്രയാസത്തിലും, ഏത് ബുദ്ധിമുട്ടിലും എൻ്റെ റബ്ബ് എനിക്ക് തുണയേകാൻ ഉണ്ടാകും എന്ന വിശ്വാസമുണ്ടോ, അവൻ വിജയിച്ചു എന്നാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇസ്ലാമിൻ്റെ ജീവനായ തൗഹീദിനെ നമ്മുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് ഊട്ടി ഉറപ്പിച്ച് മരണം വരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി കൊണ്ട് മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ നന്മകളും നാളെ പരലോകത്ത് ഉന്നതമായ ദറജകൾ കൈവരിക്കാൻ ഉതകുന്ന നന്മകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ, അള്ളാഹുവെ നീ എല്ലാം പുറത്തു നൽകണേ നാഥ. റബ്ബേ, ഈ റമദാനിനെ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഈ നോമ്പും അതുപോലെയുള്ള മറ്റു ഇബാദത്തുകളെല്ലാം നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കണേ റബ്ബേ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.